കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് വിരുദ്ധ സമരം കേരളത്തിൽ ഒരു ടെസ്റ്റ് ഡോസാണ്. ഒന്നാമത്തെ പ്രത്യേകത നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെയല്ല സമരം എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം പ്രാദേശിക ഭരണകൂടം നിഷേധിച്ച അനുമതി എങ്ങനെയാണ് അതിനു മുകളിലുള്ള ഏജൻസി നൽകുന്നത് എന്നതാണ്. ചുറ്റും താമസിക്കുന്ന ആരുടെയും അനുമതിയില്ലാതെ ഇങ്ങനെ ഒരു വ്യവസായം എങ്ങനെയാണ് നടത്തുന്നത് എന്നതാണ് മൂന്നാമത്തെ വിഷയം. ഇതിലൊക്കെ ഗുരുതരമാണ് പ്രദേശവാസികളുടെ സമരത്തിലേക്ക് പുറമേ നിന്നുള്ളവർ നുഴഞ്ഞു കയറി നടത്തിയ അതിക്രമങ്ങൾ. നാട്ടുകാരെ മനുഷ്യമറയാക്കിയാണ് അമ്പായത്തോട്ടിൽ വലിയ അക്രമം അഴിച്ചുവിട്ടത്. വ്യവസായത്തിന്റെയും ഇപ്പോഴത്തെ അതിക്രമത്തിന്റെയും ദൂഷ്യഫലം ആത്യന്തികമായി അനുഭവിക്കേണ്ടത് ആ പ്രദേശത്തുള്ളവരാണ്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ വർഷം 1 മാസത്തോളം കമ്പനി അടച്ചിട്ടതാണ്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് വീണ്ടും തുറന്നത് എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ഒരു സംവിധാനവും ഒരുക്കാതെ പഴയ നിലയിൽ തന്നെയാണ് വീണ്ടും തുറന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതേ തുടർന്നാണ് അടുത്ത ഘട്ട സമരം ശക്തമായത്. വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാതെ അനുമതി നൽകിയ സർക്കാർ സംവിധാനങ്ങളാണ് മറുപടി പറയേണ്ടത്. സ്പോട്ട് ലൈറ്റ് തുടങ്ങുന്നു. സർക്കാർ പറയട്ടെ, ഫ്രഷ് കട്ട് നിയമവിധേയമോ? 2019 ഫ്രഷ് കട്ട് പ്രവർത്തനം തുടങ്ങിയത്. അക്കാലത്ത് തന്നെ ആരംഭിച്ചതാണ് നാട്ടുകാരുടെ പ്രക്ഷോഭവും. ആ പ്രക്ഷോഭം വിജയിക്കാതിരുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. അത് കമ്പനിക്ക് എല്ലാവിധ അനുമതിയും ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും കമ്പനിക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ തന്നെ കമ്പനിയിലേക്ക് വന്ന ട്രക്ക് ശ്രദ്ധിക്കുക. ജനങ്ങളെ വകഞ്ഞു മാറ്റി ആ ട്രക്ക് കമ്പനി കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ നടത്തിയ നീക്കമാണ് സംഘർഷത്തിന് കാരണമായത്. മാലിന്യവുമായി വരുന്ന ലോറി തടയുന്ന ജനങ്ങൾ, അതേ ലോറിക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസുകാർ. പോലീസ് ഇവിടെ ജനങ്ങൾക്ക് എതിരാണ്, കമ്പനിക്ക് അനുകൂലമാവുകയും ചെയ്യുകയാണ്. പോലീസ് പ്രതിനിധീകരിക്കുന്നത് സർക്കാരിനെയും ഭരണ സംവിധാനങ്ങളെയുമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ ലോറിക്ക് സുരക്ഷ ഒരുക്കുന്നു എന്ന പ്രതീതിയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഇത്രയും വർഷങ്ങളായി ജനങ്ങൾ പ്രക്ഷോഭം നടത്തുമ്പോൾ അവരുടെ വാക്ക് കേൾക്കാൻ ആരും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏത് വ്യവസായവും നേരിടുന്ന വെല്ലുവിളിയാണിത്. കോഴിയിറച്ചി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഉപോൽപ്പന്നമാണ് അറവു മാലിന്യം. ഇറച്ചി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മാലിന്യം എന്തു ചെയ്യണം? അത് സംസ്കരിച്ച് പുതിയ ഉൽപ്പന്നമാക്കി മാറ്റിയേ തീരൂ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും. ഇത്തരം പരിസ്ഥിതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാലിന്യം കൈകാര്യം ചെയ്യാൻ കഴിയണം. അതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഇവിടെ ഇരുതല മൂർച്ചയുള്ള പ്രശ്നമാണ് നേരിടുന്നത്. സർക്കാർ മുൻകൈയെടുത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിരുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭവും പതിവാണ്. മാലിന്യം സംസ്കരിക്കാൻ എവിടെ ശ്രമിച്ചാലും അത് വെല്ലുവിളി നേരിടും. അമ്പായത്തോട്ടിൽ അതിന് ശ്രമിച്ചത് സ്വകാര്യ കമ്പനിയാണ്. അതോടെ പ്രതിഷേധം ഇരട്ടിയാവുകയും ചെയ്തു. കോഴി മാലിന്യത്തെ പൊന്മുട്ട എന്ന് തന്നെ വിളിക്കാം. അത് തിരിച്ചറിഞ്ഞാണ് ഒരു കമ്പനി പ്രവർത്തനം തുടങ്ങിയത്. എറണാകുളം ബ്രഹ്മപുരത്ത് സ്വകാര്യ കമ്പനികൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നത് അങ്ങനെ തന്നെയാണ്. വലിയ നഗരങ്ങളിലൊക്കെ മാലിന്യ സംസ്കരണം നടത്തുന്നത് സ്വകാര്യ കമ്പനികളാണ്. മാലിന്യവും ഒരു വ്യവസായമായി മാറിയത് ഇന്നോ ഇന്നലെയോ അല്ല. വികസിത രാജ്യങ്ങളിലൊക്കെ പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയാണ്. കേരളത്തിലേക്ക് ആ മാതൃക പകർത്തുമ്പോൾ വലിയ പാളിച്ച ഉണ്ടാകുന്നത് നടത്തിപ്പിലാണ്. വിദേശത്തൊക്കെ മണം പുറത്തേക്ക് വ്യാപിക്കാതെയാണ് കൈകാര്യം ചെയ്യുക. അതുപോലെ മാലിന്യം കമ്പനിയിൽ നിന്ന് ഒഴുകി വരുന്ന സ്ഥിതിയും ഉണ്ടാകില്ല. അമ്പായത്തോട്ടിൽ ചെയ്തിരുന്നത് എന്താണ്? കമ്പനി കോമ്പൗണ്ടിൽ തന്നെ മാലിന്യം കൂട്ടിയിട്ടിരുന്നു. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇത്രയേറെ മണം വ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായത്, അന്തരീക്ഷം മലിനമായത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇടപെടേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. ഇവിടെ അതുണ്ടായില്ല. മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ആ കമ്പനിക്കും സർക്കാരിനുമുണ്ട്. ഇപ്പോഴത്തെ സമരത്തിനു ശേഷം സർക്കാരും CPIM പ്രാദേശിക നേതൃത്വവും പറയുന്ന കാര്യങ്ങൾ നോക്കുക. പ്രദേശത്തെ DYFI നേതാവാണ് സമരം നടത്തിയ കേസിൽ 1-ാം പ്രതി. CPIM ആരോപിക്കുന്നത് SDPI പ്രവർത്തകർ നുഴഞ്ഞു കയറി അതിക്രമം കാണിച്ചു എന്നാണ്. സമരത്തിന്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഇറങ്ങി നിന്ന് വഴി തടഞ്ഞത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുമുണ്ട്. എന്നാൽ ട്രക്ക് തടയുന്ന സമയം മുതൽ ഈ കാഴ്ച മാറുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും വകഞ്ഞു മാറ്റി വലിയൊരു പുരുഷ സംഘം അവിടെ എത്തുന്നു. പോലീസിനെ വളഞ്ഞിട്ട് തല്ലുന്നത് ഇങ്ങനെ എത്തിയവരാണ്. അവരെ ആ പ്രദേശവാസികൾ നടത്തിയ സമരത്തിന്റെ ദൃശ്യങ്ങളിലൊന്നും കാണാനില്ല. ഇതിനിടെയാണ് കമ്പനിക്ക് തീ പിടിക്കുന്നത്. അതും വളരെ ആസൂത്രിതമായി. കമ്പനിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കുകൾക്കും പിന്നെ കമ്പനിക്കും തീ കൊടുക്കുകയായിരുന്നു.
വ്യാപകമായി ഇറങ്ങി നടന്നു തന്നെ ചെയ്തതാണ് ഈ തീ കൊളുത്തൽ. അത് ചെയ്തത് SDPI ആണെന്നാണ് CPIM ആരോപിക്കുന്നത്. അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു സമരം നമ്മുടെ ഓർമ്മയിലുണ്ട്. LNG പൈപ്പ് ലൈനിനെതിരായ സമരം. അന്നും ഇതേപോലെ വളരെ പെട്ടെന്നാണ് അക്രമം ആരംഭിച്ചത്. അന്നും ആരോപണ വിധേയർ പോപ്പുലർ ഫ്രണ്ടും SDPIയും ആയിരുന്നു. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. ആരോപണ വിധേയർ SDPIയും ആണ്. അതൊരു സൂചന തന്നെയാണ്. ജനകീയ സമരങ്ങളിലേക്ക് പുറമേ നിന്നുള്ളവർ കയറാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. 6 വർഷമായി സമരം നടത്തുന്നവർക്ക് ഇനിയും സമരത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് നന്നായി അറിയാം. ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇത്തരം സമരങ്ങൾ നടക്കുക. പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വങ്ങൾ സമരത്തിന് എതിരായാൽ പോലും പ്രാദേശിക ഘടകങ്ങൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കും. അമ്പായത്തോട്ടിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരങ്ങളിലും ഇങ്ങനെ നിലപാടുകൾ സ്വാഭാവികമാണ്. കട്ടിപ്പാറ പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് കമ്പനി പ്രവർത്തനം തുടങ്ങിയത്. ജനകീയ പ്രക്ഷോഭം ശക്തമായിരുന്ന നാളുകളിലും കമ്പനിക്ക് അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ 2024 പഞ്ചായത്ത് അനുമതി നിഷേധിച്ചു. ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി കമ്പനി ഉടമകൾ വാങ്ങി. പഞ്ചായത്ത് നിഷേധിക്കുന്ന അനുമതി നൽകാൻ അതിനു മുകളിൽ സമിതിയുണ്ട് എന്നർത്ഥം. അങ്ങനെ നൽകിയ അനുമതിയുമായാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു സ്ഥാപനത്തെ തീയിട്ട് തകർക്കാൻ ആർക്കും അവകാശമില്ല. ഇക്കാലത്തിനിടയ്ക്കൊന്നും നാട്ടുകാർ അതിക്രമ സമരം നടത്തിയിട്ടില്ല. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ നിരവധി സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാകുമായിരുന്നു. പുറമേ നിന്ന് നുഴഞ്ഞു കയറുന്നവർക്ക് അജണ്ട വേറെയാണ്. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ തടയേണ്ട ഉത്തരവാദിത്വവും പോലീസിനുണ്ട്. കമ്പനിക്ക് സുരക്ഷ കൊടുക്കുന്നത് മാത്രമല്ല പോലീസിന്റെ കടമ. കമ്പനിക്ക് പരിരക്ഷ നൽകുന്നതിലും പുറമേ നിന്നുള്ളവരുടെ ആക്രമണം തടയുന്നതിലും ഒരുപോലെ നിസ്സഹായരായ പോലീസിനെയാണ് അമ്പായത്തോട്ടിൽ കണ്ടത്. അതിക്രമത്തിൽ പോലീസിന് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു. ചോദ്യം ഇത്രയുള്ളൂ: ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാരും പോലീസും ജനങ്ങൾക്കൊപ്പമാണോ കമ്പനിക്കൊപ്പമാണോ? അത് വ്യക്തമാകുന്നതോടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണ് അമ്പായത്തോട്ടിലേത്. സ്പോട്ട്ലൈറ്റ് നാളെ ഇതേ സമയം മറ്റൊരു വിഷയമായി. നമസ്കാരം.